ഷെഫീഖ് പറോടാണ്. നമ്മുടെ ഇന്നലത്തെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നാണ്, തായർക്കാന്റെ വീടാണ്. അപ്പൊ ഈ ഒരു ഷെഡ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചുറ്റും പൈപ്പുകളും എല്ലാം എടുത്തിട്ടുള്ളത് നമ്മുടെ കാരക്കാട്ടിൽ നിന്നാണ്. സെക്കൻഡ് ഐറ്റങ്ങൾ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഷീറ്റ് ഒരു 24 രൂപ സ്ക്വയർ ഫീറ്റ്, അതുപോലെ 64 രൂപ കേട്ടോ പൈപ്പ്. അതായത് ചെറിയ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പൈപ്പിൽ, ചെറിയ ചതവുകളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലോക്കൽ ലെവലിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഏകദേശം ഒരു 16 അടി നീളം, ഇങ്ങടെ ഒരു 24 അടി നീളം വരുന്നുണ്ട് കേട്ടോ. ഒരു 7 ഷീറ്റിന്റെ അളവാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നും നമ്മൾ അധികം കൊടുത്തിട്ടില്ല. മാക്സിമം ഉള്ളു വീതി നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഫ്ലോർ ഒരു 350 സ്ക്വയർ ഫീറ്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇവിടെയുള്ള പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഫുള്ള് നമ്മൾ എടുത്തതല്ല കേട്ടോ. ഇതിൽ കുറെ ഇവിടെ ചെറിയൊരു 10-10ന്റെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പൊളിച്ച സാധനങ്ങൾ, ഷീറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഒരുപാട് ബഡ്ജറ്റ് നമ്മൾ ഇറക്കുന്നില്ല. അങ്ങനെയാണ് താരക്ക പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതില് പ്ലെയിൻ ഷീറ്റ് വരും, ഇത്ര ഒരു ഹൈറ്റിന് പ്ലെയിൻ ഷീറ്റ് വരും. ഇവിടുന്ന് അങ്ങോട്ട് നെറ്റ് വരും, 4 നെറ്റ് റോള് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ടോപ്പിൽ പച്ചവല എന്തെങ്കിലുമൊക്കെ കെട്ടും. അങ്ങനെയാണ്, സിമ്പിൾ ആക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കൂട് കണ്ട മരത്തിന്റെ, ഈ ഒരു കൂടിനെ അതിലേക്ക് കയറ്റി വെക്കും. അതായത് കോഴികൾക്ക് എഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മരത്തിന്റെ ഒരു കൂട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ഗ്യാപ്പ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ റൂഫിങ്ങിന്റെ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റാണ് കുത്തിച്ചാരി അടിക്കുന്നത്. ഇതിന്റെ സൈഡിലൊക്കെ കെട്ട് വരും കേട്ടോ. അങ്ങനെ കാലുകളൊക്കെ 2 സ്ക്വയർ ആണ് എടുത്തിട്ടുള്ളത്, നെറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴേ കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൽ നമ്മളൊരു ചെറിയ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൊരു പലക അടിച്ചിട്ട് ഇതിൽ ഒരു ബക്കറ്റ് വരും, അതിന് വയറിട്ടിട്ട് ഓട്ടോമാറ്റിക് വെള്ളത്തിന്റെ പരിപാടി. അതേപോലെ നിലമൊന്നും ചെയ്യുന്നില്ല, അവിടുന്ന് മണ്ണ് എടുക്കാനുണ്ട്. ഇനിയിപ്പോ അത് കാണുമ്പോൾ കമന്റ് പറയും മണ്ണിലാണ് പൈപ്പ് നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടുന്ന് മൊത്തം മണ്ണ് എടുക്കാനുണ്ട്. അവിടേക്ക് അങ്ങോട്ട് സ്ലോപ്പാണ് വരുന്നത്. അപ്പൊ ആ സ്ലോപ്പിലേക്ക് കംപ്ലീറ്റ് വലിച്ചെടുക്കാനുണ്ട്. ഉള്ളിൽ പിന്നെ ഒന്ന് ക്ലീൻ ആക്കി ഇടാളൂ, മണ്ണാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെ പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് നേരെ ഫ്രണ്ടിക്ക് ഒരു 3 അടിക്ക് ഒരു വലിയ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു 3 അടിക്ക് ഡോറ്, അതായത് വലിയ കൂടെ എന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ. അപ്പോഴിത് ഒരു ഓടാമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ടൈല് പൂട്ടി. ആ ഡോർ എപ്പോഴും തുറക്കുമ്പോൾ കോഴി പുറത്തേക്ക് ചാടും. അപ്പൊ വീട്ടുകാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടി ഇതിൽ ചെറിയ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2.5 ഡോറ് ബക്കറ്റിൽ നിന്ന് സാധനം കൊണ്ടൊന്ന് കൊട്ടാവുന്ന ഒരു രീതിക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഏകദേശം നമുക്ക് ഷീറ്റിന്റെ മാത്രം അളക്കാന്ന് വെച്ചാൽ ഒരു 400 സ്ക്വയർ ഫീറ്റോളം ഏകദേശം വരുന്നുണ്ട്. പിന്നെ ഈ താഴത്തേക്കുള്ള പൈപ്പുകളിൽ എന്താ ഒരു കുറച്ച് പൈപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ഒരു റോൾ നെറ്റ് ഇതൊക്കെ എല്ലാം പാടെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മെറ്റീരിയൽ കോസ്റ്റ് ഒരു 25 രൂപന്റെ അടുത്ത് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അത്രയാണ് വന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഈ പട്ടിക കാര്യങ്ങളൊക്കെ കാരണം കമ്മിയുള്ള പൈപ്പുകളാണ് എടുത്തിട്ടുള്ളത്. അതായത് ഫാമാണ്, ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല, അത് മുതലായി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോഴും അങ്ങനെ കേട്ടോ, ഈ ഒരു വർക്കിന്റെ കംപ്ലീറ്റ് നെറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വിഷയം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.